ഇപ്പം അമ്മ ഇടയ്ക്ക് വന്ന് ലൈവിലെല്ലാം വന്ന കുറച്ച് വിവാദങ്ങളായല്ലേ, എന്താണ് കിച്ചുവിന് പറയാനുള്ളത്? നല്ല 3500 കഴിഞ്ഞില്ലേ, ഇപ്പൊ സന്തോഷമല്ലേ? എന്നെ കുറ്റം പറഞ്ഞൊക്കെ പുതിയൊരു സസ്പെൻഷൻ ഒക്കെ തുടങ്ങിയല്ലോ, നമ്മൾ ജീവിക്കാൻ വേണ്ടിട്ടല്ലേ. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഇന്നലെയായി ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് ഞാൻ കണ്ടു. ആ കമൻറ്റ് കണ്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, വിട്ട് കളഞ്ഞാൽ പോരാ. അതിൽ ആദ്യത്തെ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇനി കുറച്ച് കാലം ദിയാകൃഷ്ണേൻ്റെ പുറകെ പോയിക്കോളൂ, ഇനി കുറച്ച് കാലം രേണു സുധിക്ക് റെസ്റ്റ് കിട്ടുമല്ലോ. എടാ എൻ്റെ പേഴ്സണലി എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം, എൻ്റെയും പേഴ്സണൽ ആഗ്രഹം രേണു സുധിയുടെ കണ്ടൻറ് ഒന്ന് നിർത്തണം എന്നാണ്. പക്ഷേ നമുക്ക് കണ്ടൻറ്റുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് തരുന്ന സമയത്ത് എങ്ങനെയാണ് ഞങ്ങൾ ആ ടോപ്പിക് എടുത്ത് സംസാരിക്കാണ്ട് നിൽക്കുക? ഇപ്പം നിങ്ങൾ തന്നെ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് 5 കൊല്ലം മുമ്പത്തെയോ 10 കൊല്ലം മുമ്പത്തെയോ കണ്ടൻ്റ് അല്ല. ഇന്നലെയും ഇന്നുമായി സോഷ്യൽ മീഡിയയിൽ എല്ലാ പേജിലും വന്ന് നിറഞ്ഞിട്ടുള്ള കണ്ടൻറ്റാണ്. ഇനി രേണുവിൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലുള്ള കണ്ടൻറ്റ് മാത്രമല്ല, രേണുവിൻ്റെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു 10 അക്കൗണ്ടിലെങ്കിലും നമുക്ക് ഈ കണ്ടൻറ്റ് കാണാൻ പറ്റും. നീലക്കുയിലും യൂണിവേഴ്സൽ എൻ്റർടൈൻമെൻറ്റും സിനിമാ ഗാലറി, ഇങ്ങനെ എല്ലാത്തിലും. അപ്പം ഇങ്ങനെ കണ്ട് പല വിഷയങ്ങളിലും രേണു റെസ്പോണ്ട് ചെയ്യുന്ന രീതിയും രേണു കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാണ്ടിരിക്കാൻ പറ്റുമോ? പിന്നെ ഞാൻ കണ്ടൊരു കമൻറ്റാണ്, ഞാൻ ആ കമൻറ്റ് റിപ്ലൈ കൊടുത്തിരുന്നു. ഇന്ന് രാവിലെ ഞാനിട്ട വീഡിയോന് വന്നൊരു കമൻറ്റാണ്, ചേച്ചി എന്തിനാ ഇങ്ങനെ ഓവർ ആക്ട് ചെയ്യുന്നത്? ചേച്ചിക്ക് ഒന്ന് വളരെ റോ ആയിട്ട് നിന്നൂടെ? എന്തിനാണ് ഇത്ര എക്സ്പ്രഷൻ എന്ന് പറയുന്നത്? എടാ, ഇത് എൻ്റെ ചാനലടാ. എൻ്റെ ചാനലിൽ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ നിൽക്കണം എന്നുള്ളത് എൻ്റെ പേഴ്സണൽ ഇഷ്ടമാണ്. ഞാൻ പൊതുവേ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഈ കൈൻ്റെ ആക്ഷനും അതും ഇതൊക്കെ ഉള്ളതാണ്. അതാണ് ഞാൻ കാണിക്കുന്നത്. അല്ലാണ്ട് ഒന്നും ഒരു ദിവസത്തേക്ക് വേണ്ടി കൊണ്ടുവരുന്ന പെർഫോമൻസ് അല്ല. അപ്പം എൻ്റെ വീഡിയോ ഇനി അങ്ങോട്ട് കാണുകയാണെങ്കിലും ഈ രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും, ഈ രീതിയിലുള്ള സംസാരമായിരിക്കും. അപ്പം അത് ഡൈജസ്റ്റ് ആവുന്നില്ലെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം എന്താണ്? അൺസബ്സ്ക്രൈബ് ആൻഡ് ലീവ്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അതൊരിക്കലും അഹങ്കാരമായി കാണരുത്. കാരണം എന്നെക്കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന മിസ്റ്റേക്ക് ആണെങ്കിൽ ഞാൻ എന്തായാലും കറക്റ്റ് ചെയ്യും. ഇതെൻ്റെ ബിഹേവിയറാണ്, എൻ്റെ ആറ്റിറ്റ്യൂഡാണ്, എൻ്റെ സ്റ്റൈലാണ്. അത് കറക്റ്റ് ചെയ്യൽ എന്നെ കൊണ്ട് പോസിബിൾ അല്ല. ആൻഡ് ആ സ്റ്റൈല് കൊണ്ടിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ എന്തിനു മാറ്റണം? അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രേണു സുധിയുടെ കുറേ അഭിപ്രായങ്ങൾ, രേണു സുധിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ, കിച്ചുവിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആൻഡ് കിച്ചുവിയുടെ ഇനാഗ്രേഷൻ ആൻഡ് കിച്ചുവിൻ്റെ ഷോപ്പിംഗ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. വലിച്ചു വീട്ടുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകാം. സോ വെൽക്കം ടു അമിയ അൺഫിൽറ്റേർഡ് യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂടെ എൻ്റെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താനും നിങ്ങൾ മറക്കരുത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ സുധിച്ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. നിങ്ങളെല്ലാവരും സുധിച്ചേട്ടൻ്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റ് കാര്യങ്ങൾ കിച്ചുവിൻ്റെ അക്കൗണ്ടിൽ കണ്ടിട്ടുണ്ടാവും. ആ പോസ്റ്റിലോട്ട് കടക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്? രേണു ചേച്ചി. ഞാൻ ഫസ്റ്റ് ഓടിച്ചെന്ന് നോക്കിയത് രേണുവിൻ്റെ പ്രൊഫൈലാണ്. രേണുവിൻ്റെ പ്രൊഫൈലിൽ എന്തെങ്കിലും ഫോട്ടോ ഉണ്ടോ, അല്ലെ പോസ്റ്റ് ഉണ്ടോ, വീഡിയോ ഉണ്ടോ എന്നാണ് ഞാൻ ആകാംക്ഷഭരിതമായി നോക്കിയത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സുധിച്ചേട്ടൻ്റെ മന്ത്രം ചൊല്ലിക്കൊണ്ട് നിൽക്കുന്ന ഒരാളാണ്. സുധിച്ചേട്ടൻ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന, സുധിച്ചേട്ടനാണ് എൻ്റെ എല്ലാം, എൻ്റെ കരളിൻ്റെ കൽബ്, എൻ്റെ കൽബിൻ്റെ കഷ്ണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളാണ് രേണു. അപ്പോൾ ഓഫ് കോഴ്സ് രേണു സുധീൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ വിട്ട് കളയോ? പക്ഷെ എന്നാൽ എന്താണെന്നറിയില്ല, ഞാൻ രേണുവിൻ്റെ അക്കൗണ്ട് കടന്ന് പരതിയെങ്കിലും ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റും ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഒരു കമൻറ്റിന് രേണു ചേച്ചി നല്ല അടിപൊളിയായ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ മറുപടി ഒന്ന് നോക്കാം. അതെ ചേച്ചി, ഞാൻ ആഘോഷിക്കുവാണ് സുധിച്ചേട്ടൻ്റെ ബർത്ത്ഡേ. കാരണം ഞാനല്ലേ നിയമപരമായിട്ടുള്ള ഒരേ ഒരു ഭാര്യ, സുധിച്ചേട്ടൻ്റെ ഈ ഭൂമിയിൽ ഉള്ള ഒരേ ഒരു ഭാര്യ നിയമപരമായിട്ടുള്ള. അപ്പൊ പിന്നെ ഞാൻ ആഘോഷിക്കണ്ടേ? പിന്നെ വിശ്വസിച്ച് സുധിച്ചേട്ടനെ അറിയിച്ചില്ല. ചേച്ചി ഒരു കാര്യം ചെയ്യും, ചേച്ചി അങ്ങ് ചെന്ന് അറിയിച്ചു കേട്ടോ. അപ്പം ഇതാണ് രേണു സുധിയുടെ അക്കൗണ്ടിൽ സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് വന്ന ആകെ ഒരേ ഒരു പോസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഈ പോസ്റ്റ് കണ്ട സമയത്ത് ഞാൻ ഞെട്ടി എന്ന് പറയാം. കാരണം ഞാൻ രേണു ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും സുധീൻ്റെ ഫോട്ടോ വെച്ചൊരു അഭിനയോ, അല്ലെങ്കിൽ സുധീൻ്റെ ഫോട്ടോ മേത്ത് വെച്ചിട്ട് കേക്ക് കട്ടിങ്ങോ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രഹസനം ഞാൻ പ്രതീക്ഷിച്ചതാണ്. എന്നാൽ ചേച്ചി ഇപ്രാവശ്യം വളരെ സൈലൻ്റ് ആയിരുന്നു. അപ്പോൾ കമൻറ്റ് ഞാൻ പറഞ്ഞുതരാം. സുധിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുവാണോ? അറിഞ്ഞോ? ഇന്നാണ്, വിഷ് അറിയിച്ചില്ലേ? അറിഞ്ഞു കാണാൻ വഴിയില്ല അല്ലേ? ഇതിനാണ് റിപ്ലൈ കൊടുത്തത്. അപ്പം ഇത് ഈ ഒരു വ്യക്തി പറയുന്നതിന് ഒരു തെറ്റുമില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം സുധിയുടെ
ദിവസങ്ങളെ കുറിച്ചിട്ട് രേണുവിന് അറിയില്ല എന്നുള്ളത് ഇതിനു മുമ്പ് വലിയ ഡിസ്കഷൻ ആയതാണ്. ഞാൻ ഇനി അത് എടുത്ത് പറയുന്നില്ല, എന്നാൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞുതരാം. സുധിയുടെ മരണ ദിവസത്തെ പറ്റി ചോദിച്ച സമയത്ത് 2023, 2024, 2022 അങ്ങനെ എന്തോ അല്ലേ എന്നൊരു ചോദ്യം മീഡിയക്കാരോട് ചോദിച്ചിരുന്നു. അപ്പം അതുപോലെ തന്നെ സ്വന്തം ഇത്ര ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഭർത്താവിൻ്റെ മരണ ദിവസം മറന്നുപോയ രേണു ഭർത്താവിൻ്റെ ജന്മദിനം ചിന്തിക്കുമോ എന്ന് ഇയാൾ ചോദിക്കുന്നതിൽ പ്രത്യേകിച്ച് ഒരു തെറ്റുമില്ല. ആൻഡ് രണ്ടാമത്തെ ഒരു സാധനം, എന്തിനു സുധിച്ചേട്ടൻ 2 ദിവസം മുമ്പ് വരെ സുധിച്ചേട്ടൻ്റെ ബർത്ത്ഡേ വരാനായിട്ടോ, ഇന്നാണ് ബർത്ത്ഡേ കേട്ടോ എന്ന് പറഞ്ഞ ആൾ സുധിൻ്റെ ബർത്ത്ഡേ വന്നിട്ട് ഒരു പോസ്റ്റ് പോലും ഇട്ട് കാണാണ്ടാവുമ്പം ചോദിക്കുന്നതിന് എന്തേ തെറ്റുണ്ടാവും? അതിന് ചേച്ചി ഇത്ര രോക്ഷാകുലയായിട്ട് കാര്യമല്ല. ലീഗലായിട്ട് ആകെയുള്ള കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു സുധി ഒന്നും ചെയ്തില്ലേ? മോശമായി പോയല്ലോ, ഒരു വിഷയം ഉണ്ടായിരുന്നോ? ഇതാണ് പറയുന്നത്. രേണു സംഭവം വിട്ടുപോയി, മറന്നുപോയി. അതുകൊണ്ടാണ് രേണു സുധി ഇടാത്തത്. ഇല്ലെങ്കിൽ രേണു സുധിക്ക് അടുത്തൊരു കണ്ടന്റ് ഉണ്ടാക്കേണ്ട ടൈമായിരുന്നു. അല്ലെങ്കിൽ ഇനി 2 ദിവസം കൊണ്ട് ഒരുപാട് കണ്ടന്റ് വരും എന്ന് അറിയുന്നതുകൊണ്ട് വേണ്ടാന്ന് വെച്ചതാണോ? എന്തായാലും കൊള്ളാം. അതേസമയം ഞാൻ കിച്ചുവിൻ്റെ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് കണ്ടു. ശരിക്കും പറഞ്ഞാൽ ആ പോസ്റ്റ് കണ്ട സമയത്ത് ഭയങ്കര വിഷമം തോന്നി. കാരണം എത്രയൊക്കെ ആണെങ്കിലും ഒരു കുട്ടീനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരെ സംബന്ധിച്ചും, ഇന്നലെ നാദിറ പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഏറ്റവും വിഷമം നിറഞ്ഞിട്ടുള്ള ഒരു ഫേസ് ഏതാ എന്ന് ചോദിച്ചാൽ അത് നമ്മളുടെ കൂടെ നമ്മുടെ അച്ഛനും അമ്മയും ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ലൈഫിൽ വരുമ്പോഴാണ് നമ്മൾ ആകെ ബ്ലാങ്കായി പോവുക. ഇപ്പോൾ നമ്മളുടെ ലൈഫിൽ നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും നമുക്ക് ബാക്ക് ബോൺ ആയിട്ടുള്ള ഒരു സപ്പോർട്ട്, ലവ്, കെയർ, എഫെക്ഷൻ, സെക്യൂരിറ്റി, പ്രൊട്ടക്ഷൻ, ഇങ്ങനത്തെ എല്ലാ ഇമോഷനും അവർ തരുന്നത് പോലെ ഈ ലോകത്ത് വേറെ ഒരാൾക്കും നമുക്ക് തരാൻ പറ്റില്ല. അത് പെട്ടെന്ന് നഷ്ടമാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫേസ് ഉണ്ട്. അവനെ സംബന്ധിച്ച് അവൻ്റെ ചൈൽഡ്ഹുഡ് ഫേസിൽ അവൻ്റെ അമ്മേനെ അവന് കുറേ കാലം കിട്ടിയില്ല. അമ്മ അപ്പളേക്ക് പോയി. പിന്നെ അച്ഛനാണ് ഉണ്ടായിരുന്നത്. അച്ഛന് വേറൊരു ബന്ധം വന്നു. അവിടുന്ന് അവൻ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചു. പിന്നെ പ്രതീക്ഷിക്കാണ്ട് അച്ഛൻ്റെ ഒരു മരണം. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്ന അവൻ്റെ ലൈഫ്. ഇപ്പോൾ അവൻ കടന്നു പോകുന്ന സൈബർ യുഗം, സൈബർ കോൺട്രവേഴ്സി, അമ്മ ഉണ്ടാക്കുന്ന കോൺട്രവേഴ്സി, അവൻ്റെ അച്ഛൻ്റെ പേര് വെറുതെ വലിച്ച് വാരിടുക. അപ്പോൾ ആ കുട്ടീനെ സംബന്ധിച്ച് ഇറ്റ്സ് വെരി പെയിൻഫുൾ. അവനും അവൻ്റെ ഫാദറും തമ്മിലുള്ള ഒരു ലവ് എത്ര ട്രൂ ആണ്, ജെനുവിൻ ആണ് എന്ന് ഇതിൽ കൂടെ കാണാൻ പറ്റും. ഈ രേണു ചെയ്യുന്നത് പോലെ 24 മണിക്കൂറും സുധീൻ്റെ പോസ്റ്റ് ഇട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയോ വിഷയമോ ഒന്നും കിച്ചു ആക്കുന്നില്ല. വേണ്ടെടുത്തത് വേണ്ട പോലെ ഒരു പോസ്റ്റ് ഇടും. എന്തായാലും നമുക്ക് ആദ്യം ആ പോസ്റ്റ് ഒന്ന് കാണാം. ഡോർ തുറന്നേച്ചാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അയ്യോ അയ്യോ അയ്യോ, താങ്ക് യു. ചോ ഹാപ്പി ബർത്ത്ഡേ അച്ഛാ, ഐ നോ യു ഓൾവേസ് വിത്ത് മീ. അടിപൊളി ഒരു പോസ്റ്റ്. കാരണം നമ്മളെയൊക്കെ ലൈഫിൽ നമ്മളുമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയി നിൽക്കുന്ന വ്യക്തികൾ നഷ്ടപ്പെട്ട് കഴിയുമ്പം ഓരോ ഫോട്ടോസും അല്ലെങ്കിൽ എന്താ പറയുക ഓരോ വീഡിയോസിനും ഒരുപാട് സ്റ്റോറീസ് പറയാനുണ്ടാവും. കിച്ചുവിനെ സംബന്ധിച്ച് കിച്ചുവും കിച്ചുവിൻ്റെ ഫാദറും ആയിട്ടുള്ള കുറേ ബ്യൂട്ടിഫുൾ മെമ്മറീസാണ് അവൻ ഈ ഫോട്ടോ കൂടെ സേവ് ചെയ്തിട്ടുള്ളത്. എടാ, ഇതാണ് ട്രൂ ലവ്, ഇതാണ് റിയൽ ലവ്, ഇതാണ് ജെനുവിൻ ലവ്. ഇതാണ് അച്ഛനില്ലാണ്ട് ഒരു മകൻ ജീവിക്കുന്നത്, അച്ഛനില്ലാണ്ട് ഒരു മകൻ സർവൈവ് ചെയ്യുന്നത്. പകരം ഇതൊന്നും അല്ല. ഇതേ സെയിം ദിവസം രേണുവിൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുള്ള ഒരു റീല് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ റീല്. സൈഡിൽ കൂടെ പോകുന്നുണ്ട്. എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഏതോ ഒരു പാട്ട് ഇടുന്നു, ഏതോ ഒരു ഡയറക്ഷനിൽ അഭിനയിക്കുന്നു. മേ ബി നാണമാണോ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ എനിക്കറിയില്ല എന്ത് കുന്താന്ന്. അവിടെ കിടക്കട്ടെ. ഈ ഒരു സമയം പോലെ സ്വന്തം ഭർത്താവിനെ ഇത്രമാത്രം ആരാധിക്കുന്ന, ഇത്രമാത്രം ചിന്തിക്കുന്ന, ഇയാൾ മാത്രമാണ് എൻ്റെ മനസ്സിൻ്റെ കോണിൻ്റെ മൂലക്കിൻ്റെ ഓട്ടയുടെ ഉള്ളിൽ എന്നൊക്കെ പറയുന്ന ഒരാൾക്ക് ഒരു പോസ്റ്റ് ഇടാൻ എന്നാലും കണ്ടില്ല. ആൾ സ്വന്തം കാര്യം നോക്കി സ്വന്തം കാര്യങ്ങൾ ചെയ്തു പോവുക. ചെയ്തോട്ടെ, പോട്ടെ, ലൈഫാണ്, ലൈഫ് ഫ്രണ്ടോട്ട് പോയേ പറ്റൂ. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പേര് വെച്ചിട്ട് ഇവരിങ്ങനെ ഡ്രാമ കളിക്കുന്നതെന്നുള്ളത് എനിക്കിനി മനസ്സിലാവുന്നില്ല. അതിന് മാത്രമേ നമുക്ക് എഗെയിൻസ്റ്റ് ഉള്ളൂ. അല്ലാണ്ട് രേണുവിൻ്റെ ഹസ്ബൻഡിനെ സ്നേഹിക്കുന്നതിനോ ഹസ്ബൻഡിൻ്റെ പേര് പറഞ്ഞു കിടക്കുന്നതിനോ നമുക്ക് എന്താ ഉള്ളത്? ഇനി രേണു റീസെൻ്റ്ലി നമ്മളുടെ അബി അറിയാലോ, അബിയുടെ ഭാര്യയുടെ വളകാപ്പ് ഫംഗ്ഷന് പോയ സമയത്ത് ക്യാമറാജവേട്ടന്മാർ വെള്ളം ചുറ്റും കൂടി കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് കൊടുത്ത മറുപടികളൊന്ന് കേൾക്കാം. കുറേ ഉണ്ട് കേട്ടോടാ, 10-20 ക്ലിപ്പ് എങ്ങാനും ഉണ്ട്. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3-4 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ഇത് മുഴുവൻ പറയാൻ നിന്നാൽ പിന്നെ ഇതിന് മാത്രമേ നേരം ഉണ്ടാവും.
KSRTC-യിലെ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് അനുവദിച്ചിട്ടുണ്ടല്ലോ. നല്ല കാര്യമല്ലേ, നല്ല കാര്യമല്ലേ. ഞാനൊന്ന് കയറണം, എനിക്കൊന്ന് കയറണം. ഭയങ്കര ഇഷ്ടമാണ് KSRTC-യിലൊക്കെ യാത്ര ചെയ്യാൻ. ഞാൻ കയറും സൗജന്യ യാത്രയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണോ? അതെ, തീർച്ചയായിട്ടും ഇഷ്ടമാണ്. KSRTC ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് കാസർഗോഡ് വരെ പോകണം, ഭയങ്കര ഇഷ്ടമാണ്. ഫ്രീ ആയിട്ട് ഒരു ദിവസത്തെ കാര്യം പറഞ്ഞാൽ ഏത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി ഡിസ്കഷൻ ആയിക്കൊണ്ട് നിൽക്കുന്ന ഒരു വിഷയത്തെ പറ്റി ചോദിക്കുമ്പോഴും രേണുവിൻ്റെ ഒരു അഭിപ്രായം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കലുണ്ട്. ഇവിടെ ഇപ്പോൾ ചോദിച്ചത് KSRTC-യിൽ സ്ത്രീകൾക്ക് ഫ്രീ ടിക്കറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ രേണുവിനും ട്രാവൽ ചെയ്യണം എന്നാണ് പറഞ്ഞത്. വളരെയധികം സന്തോഷം, രേണുവും ട്രാവൽ ചെയ്യട്ടെ. കാരണം രേണു സ്ത്രീയാണ്, രേണുവിനും ആ റൈറ്റ് ഉണ്ട്. പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ട്രാവൽ ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു കാര്യത്തെ രേണു അങ്ങ് പറഞ്ഞത്, ഞാൻ ഈ പാവങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് KSRTC-യിൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടം. കാരണം ചിലപ്പോൾ ഇനി ഇതിൻ്റെ താഴെ രേണു സപ്പോർട്ടേഴ്സൊക്കെ വന്ന് പറയുന്ന ഒരു കാര്യമായിരിക്കുമ്പോൾ ഇത്രയും സെലിബ്രിറ്റി ഫെയിമിലുള്ള രേണു KSRTC-യിൽ യാത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എടാ, ഇതിപ്പോൾ അത്രമാത്രം ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ അത്രമാത്രം ഇത് പറയാൻ മാത്രമുള്ള ഒന്നും ഇതിലില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി ഏത് വണ്ടിയിൽ യാത്ര ചെയ്താലും, ഇപ്പോൾ KSRTC യാത്ര ചെയ്താലും കാറിൽ യാത്ര ചെയ്താലും ഒരുപോലെ തന്നെയാണ്. അവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് യാത്ര എന്ന് പറയുന്ന ഒരു സാധനം മാത്രമാണ്. അതിലിപ്പം എന്താ ഇത്രമാത്രം പറയാനുള്ളത് എന്ന് എനിക്കറിയില്ല. പിന്നെ ഈ വീഡിയോൻ്റെ അവസാനം എന്തോ തുള്ളിച്ചാടി പോകുന്നതും കണ്ടു, അതും എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ചാടട്ടെ. ചാരിറ്റി അങ്ങനെയല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഞാൻ സുധിച്ചേട്ടന്റെ മരണ ദിവസമാണ്, അതായത് ജൂൺ 5-ന്. ചടങ്ങൊന്നുമില്ല, ആരെയും ക്ഷണിക്കുന്നുമില്ല. ഇന്നും കൂടെ പറയാണ്, ചടങ്ങൊന്നുമില്ല. കാരണം 3-ാമത്തെ വർഷമാണ്. ചടങ്ങുമില്ല, ആരെയും ക്ഷണിക്കുന്നുമില്ല. നമ്മൾ പോയി തിരികത്തിച്ചു വരും. പള്ളിയിൽ പ്രാർത്ഥന ഒന്നുമില്ല, നമ്മൾ മാത്രം സ്വന്തമായിട്ട് പോയി പ്രാർത്ഥിക്കും, തിരിച്ചു വരും. അന്ന് എൻ്റെ ഒരു ആഗ്രഹം നമ്മുടെ അടുത്തുള്ള ഒരു അനാഥാലയത്തിൽ കുട്ടികളുടെ ഒപ്പം പോയിരുന്ന് ഫുഡ് കഴിക്കുക എന്നാണ്. എനിക്ക് തോന്നിയ അടുത്ത ദിവസം ചിലപ്പോൾ ഞാനിന്ന് പുറത്ത് പോകുമായിരിക്കും, ഒരു ചിലപ്പോൾ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഷൂട്ടോ എന്തെങ്കിലും പ്രോഗ്രാം. ഓ മൈ ഗോഡ്, സബ്സ്ക്രിപ്ഷൻ ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് രേണു ചെയ്യാൻ പോകുന്ന ആ കർമ്മത്തെക്കുറിച്ച് നിങ്ങളെല്ലാവരും അറിഞ്ഞോ? അറിഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. സബ്സ്ക്രിപ്ഷനിൽ കിട്ടിയ പൈസ കൊണ്ട് സുധിച്ചേട്ടൻ മരിച്ച ദിവസം അനാഥാലയത്തിൽ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നു. നോട്ട് ദ പോയിന്റ്. സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ രേണു സുധി സബ്സ്ക്രിപ്ഷനിൽ കൂടെ ഉണ്ടാക്കുന്ന പൈസ ഉപയോഗിച്ചിട്ട് കൊല്ലം സുധിയുടെ മരണ ദിവസം അനാഥാലയത്തിൽ ഫുഡ് കൊടുക്കും. അത്രയേ എനിക്ക് പറയാനുള്ളൂ. ഞാനിതിനെ കൂടുതൽ പറയുന്നില്ല. ഞാൻ അന്നും ഇന്നും ഒരേ സ്റ്റാൻഡിൽ നിൽക്കും. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ട് ഉണ്ടാക്കുന്ന പൈസയ്ക്ക് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഇനി ഏത് മീഡിയയിലാണെങ്കിലും ഞാൻ ഒരു വേർത്തും കൊടുക്കുന്ന ഒരാളല്ല. ആൻഡ് അങ്ങനെ ഉണ്ടാക്കുന്ന പൈസേനെ കുറിച്ചിട്ട് എനിക്ക് എൻ്റെതായ രീതിയിലുള്ള അഭിപ്രായമുണ്ട്. വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് പോകുന്നതെങ്കിൽ ഫൈൻ. പക്ഷേ എന്നാൽ അതിൽ രേണു കാണിച്ചതുപോലെയുള്ള ചുണ്ടിന് പൊട്ടലും 150 ഡിഗ്രി കറക്കൊക്കെ ആണെങ്കിൽ എനിക്ക് ആ പൈസയിൽ ഒരു വേർത്തോ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയോ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ആ പൈസ കൊണ്ടിട്ട് ഇനി എന്തൊക്കെ പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിലും കൊല്ലം സുധി ഇപ്പം ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ₹1 ആ മനുഷ്യൻ എടുക്കുമെന്നുള്ളതും എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. എന്തായാലും ബർത്ത്ഡേൻ്റെ അന്ന് ഫുഡ് കൊടുത്തില്ലെങ്കിലും മരണ ദിവസം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊള്ളാം. ഇതിനിടയിൽ ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞു, ഒരു വിദേശയാത്രയുണ്ട് എന്നുള്ളത്. പക്ഷേ ഇനാഗ്രേഷൻ ഒന്നുമല്ല, പേഴ്സണൽ ഫങ്ഷനാണെന്ന് പറഞ്ഞത്. പോയിട്ട് വാ എന്ന് വെച്ചാൽ അറിയാമല്ലോ, UAE-ൽ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യേണ്ട. എത്ര ദിവസമായി ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് കയറി പോയാലല്ലേ ഫങ്ഷൻ അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ച് വരാൻ പറ്റൂ. ഇപ്രാവശ്യം എന്തോ ഭയത്തിന് ഇനാഗ്രേഷൻ ഉണ്ട് ചെമ്പരത്തിയിൽ എന്ന് പറഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം. അപ്പോൾ പോയി ഫങ്ഷൻ അറ്റൻഡ് ചെയ്തിട്ട് വരൂ. ഫങ്ഷൻ കാരണം മീറ്റപ്പ് ഫങ്ഷൻ. ചേച്ചി കിച്ചുവിന്റെ കാറ് കയറിയിട്ടുണ്ടോ? കിച്ചുന്റെ കാറ് കയറിയിട്ടുണ്ടല്ലോ. അതിന്റെ മൈലേജിന്റെ കാര്യം എനിക്കറിയാം, അവരല്ലേ അതല്ല, ഞാൻ എന്താ കാർ കണ്ടപ്പോഴേ കിച്ചുവാണ് കരുതി. അല്ലല്ല, കിച്ചുവിന്റെ കാറ് വേറെ. ഇതെന്റെ കാറ്. എങ്ങനെയുണ്ട് കാറ് മൈലേജ് ഒക്കെ എങ്ങനെയുണ്ട്? മൈലേജ് സൂപ്പർ മൈലേജ്, സൂപ്പർ മൈലേജ്. എന്നാ എന്നോട് ചോദിക്കില്ല, അതെനിക്കറിയില്ല. പക്ഷെ മൈലേജ് സൂപ്പർ മൈലേജാണ്. കാരണം മൈലേജ് നല്ല രീതിയിലുള്ളത് കൊണ്ടല്ലേ ഇത്ര മൈലേജായി പോയിക്കൊണ്ടിരിക്കുന്നത്. മൈലേജ് ഇല്ലെങ്കിൽ ഇത്ര പവർഫുൾ ആയിട്ട് പോകാൻ പറ്റുമോ? എത്ര കാലം ഈ മൈലേജ് ഉണ്ടാവും എന്നുള്ള മനസ്സിലാവുന്നില്ല. പിന്നെ ഓടുന്നതിനനുസരിച്ച് മൈലേജ് കുറയുകയും ചെയ്യും. അതാണല്ലോ മൈലേജിൻ്റെ ഒരു കളി. ഇപ്പം എന്തായാലും നന്നായിട്ട് മൈലേജ് ഉണ്ട്, ആ മൈലേജ് തന്നെ പോട്ടെ. മൈലേജ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പാടാവും. അപ്പോൾ ഏത് മൈലേജ് പോവും എന്നുള്ളതും മനസ്സിലാവുന്നില്ല.
അപ്പോൾ രേണു ചേച്ചിൻ്റെ കാറിൻ്റെ മൈലേജിനെ കുറിച്ചിട്ട് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയല്ലോ. ഞാനിപ്പോൾ ചോറ് തിന്നാണ് വന്നിരുന്നത്, അപ്പോൾ മൈലേജൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. സബ്സ്ക്രിപ്ഷൻ ഒരു പ്രശ്നമായി മാറുന്നുണ്ടോ? ഒരു പ്രശ്നമില്ല, ഹാപ്പിയല്ല. സബ്സ്ക്രിപ്ഷൻ 3500 കഴിഞ്ഞില്ലേ, ഇപ്പൊ സന്തോഷമല്ലേ. എന്നെ കുറ്റം രേണു സുധീനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ കാറ്റഗറി ഓഫ് ആൾക്കാരില്ലേ, നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ കേട്ടല്ലോ. സബ്സ്ക്രിപ്ഷൻ പുറത്തു പോകുന്നതിന് അവർക്ക് ഒരു കുഴപ്പമില്ല, അവർ ഹാപ്പിയാണ്, കാരണം അവരുടെ സബ്സ്ക്രൈബർ എണ്ണം കൂടുന്നുണ്ട്. അപ്പം പിന്നെ താഴെ വന്ന് വെറുതെ കിടന്ന് കരഞ്ഞു മെഴുകി കമൻസ് ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ ഇടാൻ നിൽക്കണ്ട. ആളൊക്കെയാണ്, പിന്നെ നിങ്ങൾക്കൊക്കെ എന്ത് കുഴപ്പമുള്ളത് കേട്ടാ. പുതിയ സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങിയല്ലോ, നമ്മൾ ജീവിക്കാൻ വേണ്ടിട്ടല്ലേ. അതല്ല, വീഡിയോ വേറെ ആൾക്കാരെടുത്ത് സബ്സ്ക്രിപ്ഷൻ വീഡിയോ വേറെ ആൾക്കാരെടുത്ത് നല്ല കാര്യമല്ലേ, ലീക്ക് എന്തായാലും ലീക്കാക്കും. അതും കൂടി എനിക്ക് സബ്സ്ക്രിപ്ഷൻ കൂടിക്കൊണ്ടിരിക്കുമല്ലേ. അങ്ങനെ പോകുന്നത് നല്ലതായിട്ട് ഞാൻ ഒരിക്കലും പറയത്തില്ല. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അവരങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പം പിന്നെ നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം, അപ്പം അതങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോവാ. എന്തായാലും സബ്സ്ക്രിപ്ഷൻ എടുക്കാത്തവർക്കും കൂടി എൻ്റെ വീഡിയോകളൊക്കെ കാണാൻ വളരെ ഇതുണ്ട്. കേട്ടു എന്ന് തോന്നുന്നു. സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് പുറത്തിടുന്നത് ഏറ്റവും വലിയ കുറ്റകരമാണെന്ന് പറഞ്ഞ് നമ്മളുടെ ചാനലിലൊക്കെ താഴെ വന്ന് കമൻ്റ് ഇടുന്ന ആൾക്കാരോട് രേണു ചേച്ചി എന്നെ മറുപടി വളരെ ക്ലിയറായി കൊടുത്തു. എനിക്ക് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, കാരണം എൻ്റെ സബ്സ്ക്രൈബറിൻ്റെ എണ്ണം കൂടി ഇപ്പോൾ ഒരു 3500 മുകളിലായിട്ടുണ്ട്. ഇനി സബ്സ്ക്രിപ്ഷൻ എടുക്കാത്ത ആൾക്കാർക്കും വേണമെങ്കിൽ എൻ്റെ വീഡിയോസ് കാണാമല്ലോ എന്ന്. എന്ത് ഫണ്ണിയായി, എന്ത് ജോക്കായി, എന്ത് ഹാപ്പിയായി, എന്ത് ചില്ലായിട്ട് രേണു പറഞ്ഞേ. പിന്നെ രേണുവിനില്ലാത്ത പ്രശ്നമാണ് രേണുവിൻ്റെ പൊതുവെയുള്ള സപ്പോർട്ടേഴ്സിന്. എടാ, നിങ്ങളൊക്കെ റിയാലിറ്റിയിലോട്ട് വാ, നിങ്ങളൊക്കെ സത്യസന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കുക. രേണു സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിന് ആൾക്ക് ഒരു എതിർപ്പുമില്ല. ഞങ്ങൾ നിർത്തിയാലാണ് ആൾക്ക് പ്രശ്നം, കാരണം ഞങ്ങൾ നിർത്തിയാൽ അതോടുകൂടി ആളുടെ റീച്ച് പോകും എന്നുള്ള കാര്യം ആൾക്കറിയാം. അതുകൊണ്ട് തന്നെ റിയാക്ഷൻ വീഡിയോക്കാരെ എങ്ങനെ ശ്രദ്ധിപ്പിക്കണം, എങ്ങനെ നോട്ട് ചെയ്യിപ്പിക്കണം, എങ്ങനെ ഡിസ്കഷൻ ആവണം എന്നറിയുന്നത് കൊണ്ട് തന്നെയാണ് ആൾ കയറി കളിക്കുന്നത്. ഇതൊന്നും മനസ്സിലാക്കാണ്ട് ആൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണ് ഏറ്റവും വലിയ ബഫൂൺസ് എന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. എടാ, ആള് ഹാപ്പിയാണ്, ഇതിൽ ആൾക്ക് റീച്ച് ഉണ്ട്, ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് വഴി ഞങ്ങൾക്കും റീച്ച് ഉണ്ട്. ഇതൊന്നും മനസ്സിലാക്കാണ്ട് നിങ്ങൾ വെറുതെ ആളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. റിയാലിറ്റി മനസ്സിലാക്കുക. നമ്മൾ ഈ കണ്ടന്റ് ഇടുന്നത് വ്യൂവർഷിപ്പ് ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ അതൊന്നും മനസ്സിലാക്കാണ്ട് ചില ആൾക്കാരുണ്ട് ഭ്രാന്തമായി രേണുവിന് ഇഷ്ടപ്പെട്ട് ഭ്രാന്തമായി നമ്മളെയൊക്കെ ചീത്ത പറയുന്നേ. എടാ, തിങ്ക്. ഏതോ ഒരു വീഡിയോൻ്റെ ഇടയിൽ ഞാനൊരു സാധനം കണ്ടു, തമനേനെ പോലെ ഉണ്ട് എന്ന്. ഞാൻ എന്താ ചെയ്തതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി ഞാൻ സൈഡിൽ കൂടെ കുറച്ച് വീഡിയോസ് ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട്. ഞാനതൊരു സെപ്പറേറ്റ് പീസായിട്ട് കാണിക്കുന്നില്ല. മേ ബി എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഈ പീസസ് കണ്ടിട്ടുണ്ടാവും. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, കിച്ചു ഒരു ഷോപ്പിൻ്റെ ഇനാഗ്രേഷന് പോയ സമയത്തുള്ള ക്ലിപ്പാണ്. ഇന്ന് അത്യാവശ്യം ഇൻസ്റ്റഗ്രാമിൽ കത്തിക്കയറുന്ന ഒരു ക്ലിപ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഈ ക്ലിപ്പാണ്. ഈ ക്ലിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് സോഷ്യൽ മീഡിയയിൽ ഓൺലൈൻ മീഡിയക്കാർ പോകുന്നുണ്ടെങ്കിലും അവൻ നല്ല അടിപൊളിയായിട്ട് അവൻ അതിന് റെസ്പോണ്ട് ചെയ്യുന്നത് ഞാൻ കണ്ടു. കാരണം അവനൊന്ന് വിചാരിച്ചാൽ ഇന്ന് സോഷ്യൽ മീഡിയ കത്തിക്കാനും കിച്ചുവിനൊരു 10 ഇൻ്റർവ്യൂ വരും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ പല ചോദ്യങ്ങളും സ്കിപ്പ് ചെയ്യുന്ന കണ്ടു. അതിലുപരി ഈ ഇൻ്റർവ്യൂ കണ്ട സമയത്ത് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എന്താ അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത്, എന്താ അടിപൊളിയായിട്ട്. പകരം ചില ആൾക്കാരൊക്കെ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കണ്ടാൽ നമുക്ക് തന്നെ വയ്യാണ്ടാവും. കാരണം ഇനാഗ്രേഷന് പോയി അവിടെ ഇനാഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 10 ഓൺലൈൻ മേളക്കാരെ വിളിച്ചിട്ട് ഒരു 10 നെഗറ്റീവ് കോൺട്രവേഴ്സി ഉണ്ടാക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കയറി കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ ലൈവായിട്ട് വീഡിയോ കോള്, സ്ക്രീൻ റെക്കോർഡ്, അത് ഇത് തിരിയൽ, അവിടെ വർത്താനം ഇവിടെ വർത്താനം, ചിലപ്പോൾ വന്നവൻ്റെ മേത്ത് കയറി പിടിക്കുക, അവനോട് കഥ പറയുക, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം അടുത്തൊരു 20 മിനിറ്റ് അടുത്തൊരു 20 കോൺട്രവേഴ്സി. ഈ സാമഗ്രികളല്ലേ കാണിച്ചു കൂട്ടുന്നത്, ഇതല്ലേ നിറയെ കാണാൻ പറ്റുന്നത്. പകരം വളരെ മാന്യമായി അന്തസ്സായിട്ട് എങ്ങനെ ഒരു പരിപാടിക്ക് പോകാം, എങ്ങനെ ഇനാഗ്രേറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, കൂടെ നിൽക്കുന്ന ആളെ ചേർത്ത് പിടിച്ച് നിർത്തിയിട്ടാണ് അവൻ ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. അവിടെയൊക്കെ അവൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടടാ. ഈ കുട്ടിയുടെ ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ കുട്ടീനെ കുറ്റം പറയില്ല. പല വ്യക്തികൾ ഈ കുട്ടീനെ കുറ്റം പറയുന്നത് അവൻ പണ്ട് ചെയ്ത പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇന്നവൻ ചെയ്യുന്നുണ്ടോ, ഇന്നവൻ കാണിക്കുന്നുണ്ടോ, ഇല്ല. പിന്നെ എന്തിനാണ് അത് പറഞ്ഞ് നിങ്ങൾ അവനെ ആക്കുന്നത്? തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരില്ല. ആ തെറ്റുകൾ കറക്റ്റ് ചെയ്തിട്ട് ഫ്രണ്ടോട്ട് വരിക എന്നുള്ള കാര്യമാണ്. അവൻ്റെ കുറേ തെറ്റുകൾ അവൻ തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അവൻ അതിൽ നിന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ചേർത്ത് പിടിക്കണ്ടേ? പകരം എന്തേലൊക്കെ പറയുക. ഈ സെയിം സിറ്റുവേഷനിൽ രേണു ആണ് അവിടെ ഇനാഗ്രേറ്റ് ചെയ്യാൻ പോയെങ്കിൽ എന്തൊക്കെ നടക്കുന്നു, എന്തൊക്കെ കൊനസ്റ്റ് ചോദ്യങ്ങൾ വരും, എന്തൊക്കെ കൊനസ്റ്റ് മറുപടികൾ വരും, എന്തൊക്കെ ഡബിൾ മീനിങ് വരും, എന്തൊക്കെ ഇവർ കാണിച്ചു കൂട്ടും.
ഇനി അവസാനമായി ഒരൊറ്റ വീഡിയോയും കൂടെ എനിക്ക് കാണിക്കാനുണ്ട്, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതിന് മുമ്പ് ഞാൻ വേറൊരു വീഡിയോ സൈഡിൽ കൂടെ കാണിച്ചു തരാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം എൻ്റെ ഒരു കുറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു ബിസിനസ് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഫൈനലി സ്വന്തമായിട്ടൊരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് വരുന്നത് ലൂക്സി ബൈ കിച്ചു എന്നാണ്. തുടങ്ങുകയാണ്. എല്ലാവരുടെ ഒരു പാർട്ടിനെ സപ്പോർട്ടും കൂടെ ഉണ്ടെന്ന ഒരു പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുകയാണ്. കണ്ടല്ലോ, കൺകുളിർക്ക കണ്ടോളൂ. ചെക്ക ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അടിപൊളിയാവട്ടെ, എനിക്ക് നല്ല കസ്റ്റമേഴ്സിനൊക്കെ കിട്ടി, എൻ്റെ ബിസിനസ് അങ്ങ് സെറ്റ് ആവട്ടെ എന്നാണ് പറയാനുള്ളത്. എടാ ഇതാടാ, പൈസ ഉണ്ടാക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നല്ല ബിസിനസ് ചെയ്തിട്ടും നല്ല ജോലി ചെയ്തിട്ടും നമുക്ക് പൈസ ഉണ്ടാക്കാം. എന്നാൽ വളഞ്ഞ വഴി കൂടെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടും ഇനാഗ്രേഷൻ ചെയ്തിട്ടും നെഗറ്റീവായി കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടും അതുവഴി റീച്ച് ഉണ്ടാക്കിയിട്ടും പൈസ ഉണ്ടാക്കാം. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. കൊല്ലം സുധിയുടെ മകൻ ഒരു ക്വാളിറ്റി ഉള്ളവനാണ് എന്നറിഞ്ഞത്. ഇനി ഞാൻ ഇത്രയും നേരം സംസാരിക്കാണ്ട് ഏറ്റവും ലാസ്റ്റ് വെച്ചൊരു ക്ലിപ്പുണ്ട്, എൻ്റെ വീഡിയോയിലെ തുടക്കത്തെ ക്ലിപ്പ്. ഒന്ന് കാണാം. ഇപ്പം അമ്മ ഇടയ്ക്ക് വന്ന് ലൈവിലെല്ലാം വന്ന് ഒരു കുറച്ച് വിവാദങ്ങളായല്ലേ, എന്താണ് കിച്ചുവിന് പറയാനുള്ളത്? നല്ല സൂപ്പർ, ഒന്നും പറയല്ലേ. ഈ ഒരു ഗതികേട് ഒരു കുട്ടിക്ക് വരിക എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിലും വലുത് അവന് ജീവിതത്തിൽ വരാനില്ല. രേണു സുധി എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സബ്സ്ക്രിപ്ഷൻ്റെ പേരിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള ആ പശുവിൻ്റെ പരിപാടി നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ. ഞാൻ അതിൻ്റെ ഒരു ട്രോൾ ഇട്ടു, അതുകൊണ്ട് ആ പശുവിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഓൾറെഡി കണ്ടല്ലോ. അതിനെപ്പറ്റി ഒരു ഓൺലൈൻ മീഡിയക്കാർ ചോദിക്കാം. ഈ സെയിം ഓൺലൈൻ മീഡിയക്കാരായിരിക്കും രേണുവിന് മുമ്പ് ചെന്ന് സബ്സ്ക്രിപ്ഷൻ എങ്ങനെയുണ്ട്, എത്ര പൈസ കിട്ടുന്നുണ്ട്, ഏണിംഗ് ഉണ്ടോ, വ്യൂവേഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കുക. ഇവന്മാർ തന്നെ കിച്ചുവിൻ്റെ അടുത്ത് നിന്നിട്ട് ഈ സെയിം ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. സ്വന്തം അമ്മേനെ പറ്റി ചോദിച്ചപ്പോൾ എനിക്കൊന്നും പറയാനില്ലേ എന്ന് പറഞ്ഞ് തല താഴ്ത്തിക്കൊണ്ട് പോകുന്ന ഒരു മോൻ്റെ ഒരു ഗതികേടുണ്ട്. ഇതിലും നാണം കെട്ട അവസ്ഥ വേറെ അനുഭവിക്കാനില്ല. പിന്നെ കിച്ചുവിന് സന്തോഷിക്കാം, എൻ്റെ അമ്മയല്ല, എൻ്റെ രണ്ടാം അമ്മയാണ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്തോ ഞാനും അമ്മയും ഇപ്പം നല്ല ടേംസിലല്ലാന്നോ അല്ലെ ആവശ്യത്തിലുള്ള കോണ്ടാക്റ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവന് ആശ്വസിക്കും. കാരണം ഇത്രയും ഗതികെട്ടൊരു ഫേസ് ഈ ലോകത്ത് ഒരു മക്കൾക്കും കിട്ടല്ലേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എടാ, എത്ര പേരുണ്ടാ ഈ ലോകത്ത്, എത്ര പേരുണ്ട്. വൈ ഷീ ഈസ് ലൈക്ക് ദിസ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ? എനിക്കറിയില്ല. അവർക്ക് കിട്ടാൻ പറ്റുന്നതിൻ്റെ മാക്സിമം റീച്ച് കിട്ടി. രേണു ഇനി ഒരു 10 കൊല്ലം അല്ല 20 കൊല്ലം കഴിഞ്ഞ് പുറത്ത് വരികയാണെങ്കിൽ രേണുവിനെ കണ്ട എല്ലാവരും ഒരുപോലെ പറയാം രേണു സുധി. കാരണം ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ടൈമിൽ ഒരു വലിയ ഡിസ്കഷൻ തന്നെയായിരുന്നു രേണു സുധിയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. എന്നിട്ട് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ അവൻ കാണിച്ച ഒരു ഗതികേടുണ്ടല്ലോ, ഈ ഗതികേട് ആർക്കും വരാതിരിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.